ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 35. കണ്ണുകൾ നനഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. അടുത്ത ദിവസം കൈമുദ്രകൾ കൊണ്ട് രോഗസൗഖ്യം സാധിക്കുന്ന ഒരു സ്വയം ചികിത്സാ സമ്പ്രദായത്തെ പറ്റിയുള്ള ഒരു സൂം ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. കൈമുദ്രകൾ ഫലപ്രദമായി ഉപയോഗിച്ച് വളരെ പഴക്കം ചെന്ന രോഗങ്ങൾ പോലും സുഖമാക്കാൻ കഴിയും എന്ന് അധ്യാപകൻ സൂചിപ്പിച്ചു. മുദ്രകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈവിരലുകൾ പല രീതിയിൽ പരസ്പരം കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആകൃതികളെയാണ്. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു ചികിത്സാ മേഖലയാണ്. ദൈവം മനുഷ്യന് ഇതുപോലെ നിരവധി സ്വയം ചികിത്സാ മാർഗങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും നാം വിമുഖരാണ്. ഒരു കാരണം മതങ്ങൾക്കും പ്രഭാഷകർക്കും നമ്മുടെ ഇടയിലുള്ള സ്വാധീനമാണ്. അവർക്ക് മനസ്സിലാകാത്തതെല്ലാം തെറ്റാണെന്ന് അവർ കരുതുന്നു. നാം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സഹോദരി എഴുതിയ വാട്സാപ്പ് മെസ്സേജ് വായിക്കാൻ ഇടയായി. അവർ എഴുതിയിരിക്കുന്നു: എൻ്റെ ഒരു സ്നേഹിത ജന്മനാ വികലാംഗയാണ്. അവർക്ക് 2 പെരുവിരലുകളും ഇല്ല. പെരുവിരലുകളില്ലാതെ കൈമുദ്രയുടെ. ആ സ്ത്രീ തുടർന്നെഴുതി: നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. വാസ്തവത്തിൽ ഇത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. എത്ര സത്യം. നിങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കുക, 28 കോടിയോളം ഭാരതീയർക്ക് അത് കിട്ടിയിട്ടില്ല. 4 നേരവും ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ കാണുക, ഇന്ത്യയിലുള്ള 10 കോടിയിലേറെ ജനങ്ങൾക്ക് ഒരു നേരം പോലും ആഹാരം കിട്ടുമെന്ന് ഉറപ്പില്ല. തലയ്ക്ക് മുകളിൽ മേൽക്കൂരയെന്ന് പറയാൻ യാതൊന്നുമില്ലാത്ത 4.5 ലക്ഷം കുടുംബങ്ങളിലൊന്ന് നിങ്ങളുടേതല്ലെങ്കിലും നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന് ഇനിയും കാരണങ്ങളുണ്ട്. നാം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നന്ദി. വീണ്ടും കാണാം.